6 വർഷം മുൻപ് ഗൾഫ് മണ്ണിൽ സന്ദർശനം നടത്തി ചരിത്രമെഴുതിയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ വിടവാങ്ങിയത്. മാർപ്പാപ്പയുടെ 2019 UAE സന്ദർശനത്തിന് ശേഷം മറ്റൊരു ഗൾഫ് രാജ്യമായ ബഹ്റൈനിൽ 2022 അദ്ദേഹം സന്ദർശനം നടത്തിയിരുന്നു. ഗൾഫ് ഭരണാധികാരികളുമായി വലിയ ആത്മബന്ധം കാത്തുസൂക്ഷിച്ച വ്യക്തിത്വമായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയുടേത്. 2019 വർഷത്തിൽ മാർപ്പാപ്പയുടെ ആദ്യ UAE സന്ദർശനം നേരിട്ട് റിപ്പോർട്ട് ചെയ്ത ജയ്ഹിന്ദ് TV മിഡിൽ ഈസ്റ്റ് എഡിറ്റോറിയൽ മേധാവി എൽവിസ് ചുമ്മാറിന്റെ പ്രത്യേക റിപ്പോർട്ടിലേക്ക്. ആഗോള ക്രൈസ്തവ സഭയുടെ പരമാധ്യക്ഷൻ ഫ്രാൻസിസ് മാർപ്പാപ്പ വിടവാങ്ങിയാലും മാർപ്പാപ്പയുടെ ഓർമ്മകൾ തളം കെട്ടിക്കിടക്കുന്ന പുണ്യസ്ഥലമായി ഇനി ദുബായ് സെന്റ് മേരീസ് കത്തോലിക്ക പള്ളി അറിയപ്പെടുകയാണ്. മലയാളികൾ ഉൾപ്പെടെ ലോകത്തിലെ വിവിധ രാജ്യക്കാർ ദിവസവും എത്തുന്ന ഗൾഫിലെ ഏറ്റവും വലിയ കത്തോലിക്ക ദേവാലയത്തിൻ്റെ അൾത്താരയിൽ 6 വർഷമായി മാർപ്പാപ്പയുടെ പേര് കൊത്തിവെച്ചിരിക്കുകയാണ്. 2019 ഫെബ്രുവരി മാസത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ UAE സന്ദർശനത്തിൽ മാർപ്പാപ്പ ദിവ്യബലി അർപ്പിച്ച അൾത്താരയാണിത്. അബുദാബി സായിദ് സ്പോർട്സ് സിറ്റിയിലാണ് അന്ന് ഈ അൾത്താരയിൽ മാർപ്പാപ്പ ദിവ്യബലി അർപ്പിച്ചത്. ഗൾഫിലെ ഏറ്റവും വലിയ ദിവ്യബലി പൊതുവേദി എന്ന പേരിൽ അന്ന് അത് ചരിത്രത്തിൽ സ്ഥാനം നേടിയിരുന്നു. 2 ലക്ഷത്തിൽ താഴെ വിശ്വാസികളാണ് അന്ന് ദിവ്യബലിയിൽ പങ്കെടുത്തത്. ഈ അൾത്താരം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആദ്യ UAE സന്ദർശനത്തിൻ്റെ ഓർമ്മകളെ ഇനി തൊട്ടുണർത്തുമെന്ന് ഉറപ്പാണ്. കഴിഞ്ഞ 6 വർഷമായി എല്ലാ ദിവസവും ദുബായ് സെന്റ് മേരീസ് കത്തോലിക്ക പള്ളിയിലെ ഈ അൾത്താരയിലാണ് വൈദികർ കുർബാന അർപ്പിക്കുന്നത്. ഈസ്റ്ററിനും ഈ അൾത്താരയിൽ വണങ്ങിയത് 10,000-ങ്ങളാണ്. കൂടാതെ അബുദാബി സെന്റ് ജോസഫ് കത്തീഡ്രൽ പള്ളിയിൽ വിശ്വാസികളുമായും മാർപ്പാപ്പ അന്ന് കൂടിക്കാഴ്ച നടത്തി. പള്ളിയിൽ പ്രത്യേക പ്രാർത്ഥന നടത്തി. ഫ്രാൻസിസ് മാർപ്പാപ്പ സന്ദർശനം നടത്തിയ ഗൾഫിലെ ആദ്യ ക്രൈസ്തവ ദേവാലയമെന്ന ചരിത്ര ബഹുമതിയും അന്ന് അബുദാബി കത്തീഡ്രൽ സ്വന്തമാക്കിയിരുന്നു. പിന്നീട് ലോക സമാധാനത്തിനായി മാർപ്പാപ്പ സമാധാനത്തിൻ്റെ കരാർ ഒപ്പുവെച്ചാണ് മടങ്ങിയത്. 3 ദിവസം മാർപ്പാപ്പ UAEയിൽ ചെലവഴിച്ചു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ UAE സന്ദർശനത്തിന് ശേഷമാണ് 2022 ബഹ്റൈൻ സന്ദർശനം നടത്തിയത്. രണ്ടും ചരിത്രത്തിലെ സുപ്രധാന ഏടുകളായി ഇന്നും നിലകൊള്ളുന്നു. വത്തിക്കാനുമായുള്ള ഊഷ്മള ബന്ധം ഒരിക്കൽ കൂടി അടിവരയിട്ട സന്ദർശനമായിരുന്നു ഇത്. തത്സമയം റിപ്പോർട്ട് ചെയ്യാനുള്ള ഭാഗ്യവും അവസരവും ജയ്ഹിന്ദ് TVക്ക് എനിക്കും ലഭിച്ചിരുന്നു. UAE എന്ന രാജ്യം മാർപ്പാപ്പയ്ക്ക് രാജകീയ സ്വീകരണമാണ് അന്ന് നൽകിയത്. UAEയുടെ ഭരണാധികാരികൾ ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു. പോപ്പിന്റെ പേരിൽ തപാൽ സ്റ്റാമ്പും അന്ന് പുറത്തിറക്കി. അസ്ലാമു അലൈക്കും പറഞ്ഞ് മാർപ്പാപ്പ മടങ്ങിയപ്പോഴും ഇനി കാണാമെന്ന പ്രതീക്ഷയിലായിരുന്നു വിശ്വാസികൾ. ഒടുവിൽ സഹിഷ്ണുതയുടെയും സമാധാനത്തിൻ്റെയും മാർപ്പാപ്പ അറബ് മണ്ണിൻ്റെയും ഇനി ഓർമ്മയാകുകയാണ്.